പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 48. അനന്തപത്മനാഭൻ്റെ ആ പ്ലേറ്റിൽ നിന്ന് തന്നെ ഒരുരുള ചോറെടുത്ത് അംബികയും ഗൗരിക്ക് കൊടുത്തു. അത് കഴിച്ചുകൊണ്ട് ഗൗരി പെട്ടെന്ന് അംബികയെ ചുറ്റിപ്പിടിച്ചു. അമ്മയുടെയും മക്കളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അടുത്ത് തന്നെ ഇരുന്ന ആദികേശും എഴുന്നേറ്റ് ചെന്ന് അച്ഛനെയും അമ്മയെയും കൂടി ഗൗരിയെയും ചേർത്ത് പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അതെല്ലാം സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ സണ്ണിയും അമ്മച്ചിയും അവിടെയുണ്ടായിരുന്ന എല്ലാവരും കാണുകയായിരുന്നു. അതിനിടയിലേക്ക് സണ്ണി കയറി ചെന്നു. മതി മതി, ഇനി കരയിലും സങ്കടം പറച്ചിലും എല്ലാം നിർത്തിക്കോ. ഇതില്ലാതിരിക്കാനാണ് ഞാൻ ഇത്രയധികം ശ്രദ്ധിച്ചത്. എല്ലാവരും കൂടി എൻ്റെ പെണ്ണിനെ കരയിപ്പിച്ചാൽ ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ട് പോകും, കേട്ടല്ലോ, സണ്ണി പറഞ്ഞു. ഇനി അളിയൻ വേണമെങ്കിൽ പൊയ്ക്കോ. ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ വിട്ടു തരില്ല അളിയ. അവളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് കാല് കഴക്കേണ്ട, ആദിശേഷ് പറഞ്ഞു. മോനെ അളിയ, എൻ്റെ പെണ്ണിനെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച അവളുടെ ഈ നിൽക്കുന്ന അച്ഛനില്ലേ അനന്തപത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും സണ്ണി അവളെ കൊണ്ടുപോയിരിക്കും. ഒരു നിമിഷം പോലും അതിന് കാത്തു നിൽക്കില്ല. അങ്ങനെ കാത്തു നിന്നതിൻ്റെയാണ് എൻ്റെ പെണ്ണ് ഇത്രയധികം അനുഭവിക്കേണ്ടി വന്നത്, സണ്ണി ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ സമയം അവനും അവളെ നോക്കി. ഒത്തിരി കരഞ്ഞതിൻ്റെയാണ്. മുഖമെല്ലാം ചുവന്നിരിക്കുന്നുണ്ട്, കണ്ണെല്ലാം കലങ്ങി. അത് കണ്ടപ്പോൾ സണ്ണിക്ക് സങ്കടമായി. അവൻ അവൻ്റെ വലത് കൈകൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. നീ കരയുന്നത് എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗൗരി? വളരെ പതിയെ സണ്ണി ഗൗരിയുടെ ചെവിയിലായി പറഞ്ഞു. സണ്ണി, ഇവിടെ ഞങ്ങൾ കുറച്ച് പേരുണ്ടെന്നുള്ള കാര്യം മറന്നു പോവല്ലേ? സണ്ണി ഗൗരിയുടെ ചെവിയിലായി പറയുന്നത് കേട്ട് സെബി പറഞ്ഞു. അത് കേട്ടതും ഗൗരി സണ്ണിയുടെ അടുത്ത് നിന്ന് നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിന് സമ്മതിക്കാതെ സണ്ണി അവളെ ചേർത്ത് പിടിച്ചു. അതെ, വന്നേ, ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഈ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം മുഴുവനും കഴിക്ക്, സണ്ണി പറഞ്ഞു. കഴിക്ക് എന്ന് പറഞ്ഞ് സണ്ണി തന്നെ അവളെ കൊണ്ടുവന്ന് ഇരുത്തി. സന്തോഷത്തോടെ ഒരുപാട് ആഗ്രഹിച്ച് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം കൂടെ ഭക്ഷണം കഴിച്ചു. ഇത്രയും നാളും വയറ് മാത്രമാണ് നിറഞ്ഞിരുന്നത്, എന്നാൽ ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞു, അമ്മച്ചി പറഞ്ഞു. അത് ശരിവെക്കും പോലെയായിരുന്നു എല്ലാവരുടെയും നോട്ടം. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അമ്മച്ചി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, മോള് ഇന്നെന്തായാലും ഇവിടെ നിൽക്ക്, അമ്മച്ചി പറഞ്ഞു. സണ്ണി, ഞാനിവിടെ തന്നെയാണ്, അമ്മച്ചി സണ്ണിയെ വിളിച്ചതും സണ്ണി പെട്ടെന്ന് തന്നെ പറഞ്ഞു. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളങ്ങോട്ട് പോട്ടെ എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് നിന്നെ, അമ്മച്ചി പറഞ്ഞു. ആ അമ്മച്ചി, ജിമ്മിയെയും ലോക്കിയെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറയണം. കുര്യച്ചൻ ചേട്ടൻ വരുമ്പോൾ പറഞ്ഞാൽ മതി, അമ്മച്ചിയോട് സണ്ണി പറഞ്ഞേൽപ്പിച്ചു. ഞാൻ പറയാം, മക്കള് ഉറങ്ങല്ലേ, ഞങ്ങൾ വരാം. എന്നാ ഒരു കാര്യം ചെയ്യ്, വൈകിട്ട് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം, അവിടെ ഇനി ഒന്നും ഉണ്ടാക്കണ്ട, അംബിക പറഞ്ഞു. അത് പറ്റില്ല, അവിടെ നിന്ന് വന്നപ്പോൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടേ, എല്ലാം ചീത്തയായി പോയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊള്ളാം. ഇപ്പം തന്നെ ത്രേസ്യക്കുട്ടി ഉണ്ടാക്കി വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കഴിച്ചില്ലേ, കുര്യച്ചൻ മാത്രമേ ഇനി കഴിക്കാനുള്ളൂ. കുര്യച്ചൻ ഇനി എപ്പോഴാണോ വരുന്നത്, അമ്മച്ചി പറഞ്ഞു. എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. സണ്ണിയും ഗൗരിയും അവിടെ തന്നെ ഇരുന്നു. അവരെല്ലാവരും വീണ്ടും സോഫയിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആദികേശും അപ്പോഴും മക്കളെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കളിപ്പിക്കുകയാണ്. സണ്ണിക്കും ഗൗരിക്കും മക്കളെ എടുക്കാനേ പറ്റിയില്ല. ഗൗരിക്ക് നന്നായി തലവേദനിക്കുന്നത് പോലെ തോന്നി. അവൾ നെറ്റിയിൽ തടവിക്കൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണി അത് കണ്ടത്. എന്തു പറ്റി, അടുത്തിരുന്ന അവൻ ചോദിച്ചു. നല്ല തലവേദനിക്കുന്നു ചായ, അവൾ പറഞ്ഞു. എങ്ങനെ വേദനിക്കാതിരിക്കും, എപ്പോൾ തുടങ്ങിയ കരച്ചില്ല ഇത്? ഇതിപ്പോൾ കരഞ്ഞ് ഇല്ലാത്ത അസുഖങ്ങൾ കൂടി വരുത്തി വയ്ക്കുന്ന തോന്നുന്നത്, സണ്ണി അല്പം ശബ്ദത്തിൽ പറഞ്ഞതും എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അംബികയും അനന്തപത്മനാഭനും എത്തി. ഒന്നുമില്ല അമ്മേ, എനിക്ക് നല്ല തലവേദനിക്കുന്നു, അത് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ്, ഗൗരി പറഞ്ഞു. പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും, എപ്പോൾ തുടങ്ങിയ കരച്ചിലാണെന്നറിയോ, മുഖമെല്ലാം ചുവന്ന് തൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, സണ്ണി പറഞ്ഞു. മോള് ചെന്ന് അല്പസമയം കിടക്ക്,
മക്കളെ ദേ അവരെ നോക്കിക്കോളും. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ചെല്ല് മോനെ സണ്ണി, ഇത്തിരി നേരം മോളെ കൊണ്ടുപോയി കിടത്ത്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മോളുടെ തലവേദനയെല്ലാം മാറും. അവളുടെ അടുത്ത് വന്ന് തലയിൽ തലോടിക്കൊണ്ട് അംബിക പറഞ്ഞു. മോനെ മോളെ കൊണ്ടുപോയി കിടത്ത്. അംബിക പറഞ്ഞതും സണ്ണി ഗൗരിയും കൊണ്ട് എഴുന്നേറ്റു. അവർ മുകളിലേക്ക് പോകുന്നത് നോക്കി അംബികയും അനന്തപത്മനാഭനും നിന്നു. നമ്മുടെ മോളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അനന്തേട്ട ആ പോകുന്ന അവളുടെ ഭർത്താവ്. ഒരുപാട് ഒരുപാട് ദൈവം നമ്മുടെ മോളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം പുറമെ അവൾക്കൊരാശ്വാസമായി, ഒരു തണലായി അവനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ദൈവം. ഇപ്പോൾ എനിക്ക് ദൈവത്തോട് തോന്നിയ പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഒത്തിരി നന്ദി തോന്നുന്നു. ഇപ്പോഴെങ്കിലും നമുക്ക് കാണിച്ചു തന്നല്ലോ നമ്മുടെ മകളെയും മരുമകനെയും, പിന്നെ ഈ തങ്കക്കുട പോലെ 2 മക്കളെയും. അവർ പറഞ്ഞുകൊണ്ട് മക്കളുടെ അടുത്തേക്ക് ചെന്നു. ആദിശേഷിൻ്റെയും ആദികേശിൻ്റെയും മടിയിൽ കിടന്ന് 2 പേരുടെയും കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടതും, ആ 2 പേരും ഉറങ്ങാൻ പോകാൻ തോന്നുന്നു, അനന്തപത്മനാഭൻ പറഞ്ഞു. കുഞ്ഞിനെ ഇങ്ങ് താ മോനെ, അമ്മ റൂമിൽ കൊണ്ടുപോയി കിടത്താം, അംബിക ചോദിച്ചു. വേണ്ട അമ്മേ, ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് കിടത്തിക്കോളാം മോനെ, ആദിശേഷ് പറഞ്ഞു. അംബിക ആദികേശിനെ നോക്കി. ഞാനും ഉറങ്ങിക്കഴിയുമ്പോൾ കൊണ്ടുവന്ന് കിടത്തിക്കോളാം, അവർ പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ അംബികയെ, അനന്തപത്മനാഭൻ പറഞ്ഞു. ഇനിയും 2 പേരും ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ലീവ് എടുക്കുകയാണ്. 2 പേരും ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിനി. എനിക്കെന്തായാലും കുറച്ച് വിശ്രമം വേണം, അനന്തപത്മനാഭൻ പറഞ്ഞു. അയ്യോ, ഞങ്ങളുടെ അച്ഛൻ വിശ്രമിക്കാറായിട്ടില്ല. ആകുമ്പോൾ ഞങ്ങൾ പറയാം. ഞങ്ങളെ നൈസായിട്ട് ഷോപ്പിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അച്ഛന് ഇവരുടെ ഒപ്പം ഇരിക്കാനല്ലേ? നടക്കില്ല അച്ഛാ. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് വന്നല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം ഞങ്ങൾ റെസ്റ്റാ. അച്ഛൻ തന്നെ കാര്യങ്ങൾ നോക്കിക്കോ, ആദികേഷ് പറഞ്ഞു. അംബികെ, ഇത് ശരിയാവില്ല കേട്ടോ. ഞാൻ പ്രായമായി വരികയാണ്. ഇവരിങ്ങനെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ഇതെല്ലാം നോക്കി നടത്താൻ, അനന്തപത്മനാഭൻ പറഞ്ഞു. അച്ഛൻ്റെയും മക്കളുടെയും സംസാരം കേട്ട് അംബിക, ഞാനില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്. വൈകിട്ട് മോനും മോളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അംബിക അടുക്കളയിലേക്ക് പോയതും, അച്ഛാ, അച്ഛനിവിടെ നിന്നിട്ട് കാര്യമില്ല, ചെല്ലേ. ആ അച്ഛാ, ആ മേത്ത ഗ്രൂപ്പുമായിട്ട് ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇന്ന് വൈകിട്ടാണല്ലോ. അച്ഛൻ അത് അറ്റൻഡ് ചെയ്യുന്നില്ലേ? ആദിശേഷ് ചോദിച്ചു. അനന്തപത്മനാഭൻ ആദിശേഷിനെ കണ്ണു കൂർപ്പിച്ച് നോക്കി. നീ ചെയ്യാന്നല്ലേ അതെന്നോട് പറഞ്ഞത്? സോറി അച്ഛാ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. എനിക്ക് ഇപ്പോൾ അതിന് മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് അച്ഛൻ തന്നെ ഒന്ന് ഡീൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെയും എടുത്ത് ഓടി റൂമിലേക്ക് പോകുന്നത് കണ്ടതും അനന്തപത്മനാഭൻ അവൻ കയറിപ്പോകുന്നത് നോക്കി. തിരിഞ്ഞ് അടുത്ത ആളെ നോക്കിയപ്പോഴേക്കും ആളും കുഞ്ഞിനെയും കൊണ്ട് വേഗം ആ റൂമിലേക്ക് തന്നെ കയറി. ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അനന്തപത്മനാഭൻ പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അടഞ്ഞു കിടക്കുന്ന തങ്ങളുടെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹവും അങ്ങോട്ട് തന്നെ കയറിപ്പോയി. സണ്ണി ഗൗരിയെ ബെഡിലേക്ക് കിടത്തി. നല്ല തലവേദനയുണ്ടോ ഗൗരി? സണ്ണി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ടതും, എന്തു പറ്റി, എന്നോട് പിണങ്ങിയോ? സണ്ണി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കുക മാത്രം ചെയ്തു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നും പറയാനില്ലേ നിനക്ക്? സണ്ണി ചോദിച്ചുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് കയറി കിടന്നു. എന്താടാ, എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണോ? സണ്ണി ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ഇച്ചായ, അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് കണ്ടതും, ഗൗരി, വേണ്ടടി പെണ്ണേ, ഇനിയും കരയില്ലേ? ഇപ്പോൾ തന്നെ നിനക്ക് നല്ല തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനിയും കരഞ്ഞാൽ നിനക്ക് ഒട്ടും പറ്റാതെയാകും. അറിയാലോ, മക്കൾക്ക് പാല് കൊടുക്കുന്നതാണ്. 2 പേരും ഉറങ്ങാണ്. കുറച്ചു നേരം നീ ഉറങ്ങിക്കോ. അവരുറങ്ങുമ്പോഴേ എൻ്റെ പെണ്ണിനിങ്ങനെ കിടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇപ്പോൾ വരും 2 പേരും, സണ്ണി പറഞ്ഞു. ഉറങ്ങിക്കോ, എല്ലാം മറന്നുറങ്ങിക്കോ. ഇവിടെ മുതൽ നിൻ്റെ പുതിയൊരു ജീവിതമാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് എല്ലാം ഇരട്ടിയായിട്ടാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ. ഞാനില്ലേ നിൻ്റെ കൂടെ. ഞാനുള്ളിടത്തോളം കാലം എൻ്റെ പെണ്ണ് ഒട്ടും സങ്കടപ്പെടേണ്ടി വരില്ല. ഇത്
ഈ സണ്ണിയുടെ വാക്കാണ്. സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇച്ചായ കിടക്കൂ ഇവിടെ, ഞാൻ ഉറങ്ങുന്നത് വരെ, അവൾ ചോദിച്ചു. പിന്നല്ലാതെ, എൻ്റെ പെണ്ണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ വേണമെങ്കിലും ഞാനിവിടെ ഇരുന്നോളാം, സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ പതിയെ തട്ടി. എപ്പോഴോ ഗൗരിയുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. മണിയടിക്കുന്ന ശബ്ദം കേട്ടാണ് അനന്തപത്മനാഭൻ റൂമിൽ നിന്നും പുറത്തേക്ക് ചെല്ലുന്നത്. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും അനന്തപത്മനാഭൻ ഒന്ന് ചിരിച്ചു. കുര്യച്ച, ഇതെവിടെയായിരുന്നു? നേരത്തെ കണ്ടില്ലല്ലോ, അനന്തപത്മനാഭൻ ചോദിച്ചു. എന്നാൽ കുര്യച്ചൻ ചേട്ടൻ ഞെട്ടി നിൽക്കുകയാണ്. മുൻപരിചയമുള്ളതുപോലെ തന്നോട് സംസാരിക്കുന്ന അനന്തപത്മനാഭനെ കുര്യച്ചൻ ചേട്ടൻ നോക്കി. കുറച്ചു മുമ്പാണ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മച്ചിയും അന്നക്കുട്ടിയും ത്രേസിയയും പറഞ്ഞ് കുര്യച്ചൻ ചേട്ടൻ അറിയുന്നത്. എന്നാലും ഇതെല്ലാം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. എന്നാലും ഗൗരിമോൾക്ക് സന്തോഷമായി കാണും എന്നാണ് ആ സമയം കുര്യച്ചൻ ചേട്ടൻ ചിന്തിച്ചത്. അപ്പോഴാണ് കുര്യച്ചൻ ചേട്ടൻ്റെ കൂടെയുള്ള 2 ഡോഗ്സിനെ അനന്തപത്മനാഭൻ കാണുന്നത്. ഇതെന്താ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? അനന്തപത്മനാഭൻ ചോദിച്ചു. അത് സണ്ണിക്കുഞ്ഞ പറഞ്ഞത്, ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ 2 പേരെയും. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടോ? അദ്ദേഹം ചോദിച്ചു. അതിനെന്താ, ഇവിടെ നിന്നോട്ടെ. അല്ല, ഇവരെ അഴിച്ചുവിടുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അനന്തപത്മനാഭൻ ചോദിച്ചു. ഇല്ല, ഒരു കുഴപ്പമില്ല. സണ്ണിക്കുഞ്ഞ് പ്രത്യേകം ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവന്നതാ 2 പേരെയും. ഇത് ജിമ്മി, ഇത് ലോക്കി. ഇവർ 2 പേരും പോലീസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയ ഡോഗ്സാണ്. സണ്ണിക്കുഞ്ഞ് എന്ത് പറഞ്ഞാലും അനുസരിക്കും. പിന്നെ ഗൗരിമോൾക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പേടി മാറി. പിന്നെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് 2 പേരെയും. പുറത്തെ സിറ്റൗട്ടിൽ അമ്മച്ചി ബെഡിട്ട് കിടത്തും. 2 പേരും അവരുടെ അടുത്ത് വന്ന് കിടക്കും. ഒന്നും ചെയ്യില്ല. അവർക്ക് ഒരു കാവലായിട്ട് എപ്പോഴും ഇവർ 2 പേരും ഉണ്ടാകും, കുര്യച്ചൻ ചേട്ടൻ പറഞ്ഞു. അതെയോ? അനന്തപത്മനാഭൻ അടുത്തേക്ക് ചെന്നതും 2 പേരും അദ്ദേഹത്തെ ഒന്ന് സ്മെല്ല് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ ഇരുന്നു. ആഹാ, നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടല്ലോ സണ്ണി. ഉണ്ട്. സണ്ണിക്കുഞ്ഞിൻ്റെ ശത്രുക്കളെയെല്ലാം പെട്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും, അതുപോലെ മിത്രങ്ങളെയും. സണ്ണിക്കുഞ്ഞും സാറും തമ്മിൽ ഒരടുപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. സാറിനെ സണ്ണിക്കുഞ്ഞ് അടുത്ത് ചേർത്ത് പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. സണ്ണിക്കുഞ്ഞിൻ്റെ സ്മെല്ല് 2 പേരും പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ടാണ് ഈ സ്നേഹപ്രകടനം. അതുപോലെ മക്കളുടെ അടുത്തും പുറത്തുനിന്ന് ഒരാളെയും അടുപ്പിക്കില്ല. ഒരിക്കൽ അമ്മച്ചി സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. അമ്മച്ചിയും ത്രേസിയും ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് എന്തോ ആവശ്യത്തിനൊന്ന് പോയി. അമ്മച്ചി പാലടപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്കും കയറിപ്പോയി. കുട്ടികളുടെ അടുത്ത് കിടന്ന് ത്രേസിയ ഉറങ്ങിപ്പോയി. അപ്പോഴാണ് 2 പേര് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. ഇവർ 2 പേരും അങ്ങോട്ട് ചെന്നിട്ട് ഗേറ്റിന് അകത്തേക്ക് ആ വന്ന ആളുകളെ അടുപ്പിച്ചിട്ടില്ല. അവരെ അവിടെ തന്നെ നിർത്തി. 2 പേരുടെയും ബഹളം കേട്ടാണ് അമ്മച്ചി പുറത്തു വരുന്നത്. അപ്പോൾ കാണുന്നത് 2 പേരും ആ വന്നിരിക്കുന്ന ആളുകളെ ഗേറ്റിന് പുറത്ത് തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ അകത്തേക്ക് വരാൻ അമ്മച്ചിയുടെ അനുവാദം കിട്ടിയിട്ടാണ് 2 പേരും മാറിയത്. മാറിയെന്ന് പറയാൻ പറ്റില്ല, മക്കളുടെ അടുത്ത് വന്ന് കിടന്നു. അവർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനായിട്ട് അതിലൊരാൾ, അമ്മച്ചി പരിചയമുള്ള ആളാണ്. അയാൾ കുഞ്ഞുങ്ങളുടെ തലയിൽ തലോടാനാട്ടെ കൈയും കൊണ്ട് വന്നതാണ്. പിന്നെയും ഞങ്ങൾ കാണുന്നത് അയാൾ താഴെ കിടക്കുന്നതാണ്. അയാൾ കൈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ഇവർ 2 പേരും ചാടി അയാളുടെ ദേഹത്തേക്ക് വീഴാൻ പോയി. അയാൾ പേടിച്ച് പിന്നൊക്കെ മാറിയതാണ്. മൂടും കുത്തി താഴെ വീണു. സണ്ണിക്കുഞ്ഞ് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് ആണേ. അമ്മച്ചിയെയും ഗൗരിയെയും മക്കളെ 2 പേരെയും പിന്നെ എന്നെയും ത്രേസിയെയും അല്ലാതെ മറ്റാരെയും മക്കളെ എടുക്കാൻ സമ്മതിക്കില്ല. കുട്ടികളുമായിട്ട് പുറത്ത് വന്ന് ആരെങ്കിലും ഇരുന്നാൽ അവരുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാ സണ്ണിക്കുഞ്ഞ് ട്രെയിൻ ചെയ്യിച്ചത്. ഇതിപ്പോൾ മക്കൾ ഇവിടെയല്ലേ, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞത്, കുര്യച്ചൻ പറഞ്ഞു. അത് നന്നായി. എന്നാൽ അവരെ 2 പേരെയും അഴിച്ചു വിട്ടേക്ക്. ഇവർക്കുള്ള ഫുഡൊക്കെ എങ്ങനെയാണ്? അനന്തപത്മനാഭൻ ചോദിച്ചു. എല്ലാം അവിടെയുണ്ട്, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോളാം സമയാസമയം. ഇവർ പുറത്തുനിന്ന് ആരുടെ കയ്യിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല. ഞാനോ സണ്ണിക്കുഞ്ഞോ ഗൗരിയോ അമ്മച്ചിയോ ത്രേസിയോ മാത്രം കൊടുത്താലേ കഴിക്കൂ. അന്നക്കുട്ടി പോലും കൊടുത്താൽ കഴിക്കില്ല. അതങ്ങനെയാ, അനന്തപത്മനാഭനെ നോക്കിക്കൊണ്ട് കുര്യച്ചൻ പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെയാവട്ടെ. അവർക്ക് കുടിക്കാനുള്ള വെള്ളവും മറ്റും വെച്ച് കൊടുത്തോളൂ കേട്ടോ. പുറകിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഡോഗ്സ് ഉണ്ടായില്ലെങ്കിലും അവർക്കുള്ള കൂട് പണിതിട്ടിട്ടുണ്ട്.
ആദിലക്ഷ്മിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞു പപ്പികളെ. പക്ഷേ അകത്തേക്ക് അംബിക കയറ്റില്ല. അതുകൊണ്ട് അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് വാങ്ങും, പുറത്തൊക്കെ കളിച്ച് കൂട്ടിക്കയറ്റും, അങ്ങനെ ചെയ്യാറ്. എന്തായാലും കൂടുള്ളത് ഇപ്പം നന്നായി, അനന്തപത്മനാഭൻ പറഞ്ഞു. കുര്യച്ചൻ ചേട്ടൻ അവരെ രണ്ടുപേരെയും കൂട്ടിലേക്കാക്കാൻ പോയതും തുറന്നു വിട്ടേക്ക്, ഇനി അവരെ കൂട്ടിലാക്കണ്ട, അവർക്ക് വെള്ളവും മറ്റും അവിടെ വെച്ച് കൊടുത്താൽ മതി, അനന്തപത്മനാഭൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കുര്യച്ചൻ ചേട്ടൻ ചെയ്തു. സണ്ണി ഗൗരി ഉറങ്ങി എന്ന് കണ്ടതും അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് താഴേക്ക് വന്നു. അവന് അനന്തപത്മനാഭനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ താഴേക്ക് വരുമ്പോൾ അദ്ദേഹം ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ശല്യം ചെയ്യാതെ സണ്ണി ആദികേശിൻ്റെയും ആദിശേഷിൻ്റെയും അടുത്തേക്ക് ചെന്നു. അവർ താഴെയുള്ള റൂമിലായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് സണ്ണി താഴെയുള്ള റൂമിലേക്ക് കയറി ചെന്നത്. ചെന്നപ്പോഴേ കണ്ടു ബെഡിൽ നടുക്ക് കിടക്കുന്ന 2 മക്കൾ. അവരുടെ അപ്പുറവും ഇപ്പുറവും ആദിശേഷും ആദികേശും കിടക്കുകയാണ്. 2 പേരും 2 കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ 4 പേരും നല്ല ഉറക്കമാണ് എന്ന് മാത്രം. സണ്ണി അത് കണ്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോഴും അനന്തപത്മനാഭൻ കോളിൽ തന്നെയാണ്. അത് കണ്ടതും സണ്ണി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് എവിടെ നിന്നോ അവൻ്റെ അടുത്തേക്ക് ലക്കിയും ജിമ്മിയും ഓടി വന്നത്. എത്തിയോ, എന്തെങ്കിലും കഴിച്ചോടെ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് സണ്ണി അവരുടെ തലയിൽ തലോടുന്നുണ്ട്. അപ്പോഴാണ് സണ്ണിയുടെ അടുത്തേക്ക് അംബിക വരുന്നത്. മോനെ എഴുന്നേറ്റായിരുന്നോ, മോൾ ഉറങ്ങിയോ മോനെ, അവർ ചോദിച്ചു. ഉറങ്ങിയമ്മേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ ഉറങ്ങി. അതെയോ, മോള് മെഡിസിൻ കഴിച്ചായിരുന്നോ? ഇല്ല, തലവേദന വന്നാലൊന്നും ആൾ മെഡിസിൻ കഴിക്കാറില്ല, അത് കടിച്ചു പിടിച്ചങ്ങനെ നിൽക്കും, അങ്ങനെ ചെയ്യാറ്, സണ്ണി പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് അനന്തപത്മനാഭനും വന്നു. സണ്ണിയുടെ അടുത്ത് നിൽക്കുന്ന അംബികയെയും അനന്തപത്മനാഭൻ്റെയും അടുത്ത് വന്ന് അവരുടെ കാലിലെല്ലാം സ്മെല്ല് ചെയ്യുന്നുണ്ട്. അംബിക പേടിയോടെ അനന്തപത്മനാഭനെയും സണ്ണിയെ നോക്കി. ഒന്നും ചെയ്യില്ല, അവർ പരിചയപ്പെടുന്നതാണ്, സണ്ണി പറഞ്ഞു. പിന്നീട് അമ്മയുമായിട്ടായിരുന്നു ഭയങ്കര കൂട്ട്. അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സണ്ണി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. നമുക്ക് നമ്മുടെ ഓഫീസ് റൂമിലിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തപത്മനാഭൻ സണ്ണിയും കൊണ്ടുപോയി. നിനക്ക് ഞാൻ പറഞ്ഞ ആ കഥാപാത്രങ്ങളെയെല്ലാം നേരിട്ട് കാണണം അല്ലേ? അതിനുവേണ്ടിയല്ലേ നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അനന്തപത്മനാഭൻ ചോദിച്ചതും സണ്ണി അതെയെന്ന് പറഞ്ഞു. നീ ഇരിക്കുക എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു കൗച്ചിൽ ഇരുന്നു കൊണ്ട് അനന്തപത്മനാഭൻ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അതിൽ നിന്നും സണ്ണി അനന്തപത്മനാഭൻ പറഞ്ഞ കഥാപാത്രങ്ങളെ എല്ലാം കാണുകയായിരുന്നു. ആദ്യം അവരുടെ ഫോട്ടോസായിരുന്നു, അതിനടിയിൽ പേരും. ഈ കൂട്ടത്തിൽ ആരാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ഞങ്ങളുടെ കുഞ്ഞിനെ ജനിച്ച ഉടനെ ഞങ്ങളിൽ നിന്നും അകറ്റിയത് എന്ന് എനിക്കറിയണം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ഇനി അനന്തപത്മനാഭൻ അവരുടെ മുന്നിലേക്ക് ചെല്ലുവെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. സണ്ണിയും അതിൽ കാണുന്ന ഓരോരുത്തരുടെയും മുഖങ്ങളും മനസ്സിൽ പതിപ്പിക്കുകയായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.